നമ്മൾ പലതവണ പറഞ്ഞതാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട്, സർ അങ്ങ് ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വൈകാരികമായി പോകാറുണ്ടോ എന്നൊരു സംശയിക്കണം. ഉദാഹരണത്തിന് KSRTC ബസ്സിൽ ആ പ്ലാസ്റ്റിക് മാലിന്യ കുപ്പി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാരെ വന്ന് ശകാരിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. അത് തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്ത ആ വണ്ടിക്ക് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുശേഷം അവർക്കെതിരെ നടപടിയെടുത്തു. ഇപ്പോൾ ഇതാ ഒരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്, KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി വെച്ചതിന് ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കി. KSRTC MD-യുടേതാണ് നടപടി. ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമുയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. അഷിൻ ഡിയാഗോയുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അഷിൻ ഡിയാഗോ, ആ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുന്നു MD എന്നാണ് അറിയുന്നത്. അതെന്തായാലും നല്ല കാര്യമായി പോയി. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയായിരുന്നു തൊഴിലാളികൾ എന്നറിയുന്നു. അഷിൻ ഡിയാഗോ. അരുൺ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ 3 ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയിരുന്നത്. ഇനി ഈ ഉത്തരവ് പിൻവലിക്കുന്നത് വരെ സമരത്തിലേക്ക് കടക്കുമെന്ന് TDF അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനവും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാരിലെ അമർഷം ഇപ്പോൾ കണക്കിലെടുത്തുകൊണ്ട് KSRTC CMD തന്നെ ഈ ഉത്തരവ് ഇപ്പോൾ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. 3 പേരും ഇന്നു മുതൽ തങ്ങളുടെ പഴയയിടങ്ങളിൽ തന്നെ ജോലിക്ക് കയറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 ജീവനക്കാരെയായിരുന്നു ഈ പൊൻകുന്നം ഡിപ്പോയിലെ 3 ജീവനക്കാരെയാണ് ഈ KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടതിനെ തുടർന്ന് ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി അത് പരിശോധിച്ച് പിടികൂടുകയും പിന്നീട് അവരെ ശകാരിക്കുകയും ചെയ്തു. അന്ന് തന്നെ നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയത്. ഡിപ്പോയിലെ പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫ്, വെഹിക്കിൾ സൂപ്പർവൈസറായിട്ടുള്ള KS സജീവ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ ചാർജ്മാൻ ഉണ്ടായിരുന്ന വിനോദ്, ഈ 3 പേരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി ഈ 3 പേരെയും ട്രാൻസ്ഫർ ചെയ്തുള്ള ഉത്തരവും KSRTC പുറത്തിറക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ ജീവനക്കാരുടെ അമർഷവും ഒക്കെ ഉണ്ടായത്. തുടർന്ന് KSRTC CMD തന്നെ നേരിട്ട് ഇതിൽ ഇടപെടുകയും നിലവിൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി ഈ ഒരു കാര്യത്തിൽ വൈകുന്നേരത്തോടു കൂടി ഒരു അന്തിമ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ ജീവനക്കാരുടെ ഈ ഒരു പ്രതിഷേധവും അമർഷവും കണക്കിലെടുത്താണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നും മന്ത്രിയും അതുപോലെ തന്നെ CMD പിന്നോട്ട് പോയിരിക്കുന്നത്. അരുൺ, അഷിൻ, അതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അതിൽ ഈ തൊഴിലാളികളെ കണ്ടില്ലെന്ന് വെച്ച് തന്നെ പോകേണ്ടി വരും, അക്കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ മന്ത്രിക്ക് സംഭവിച്ചു പോയൊരു പ്രശ്നം, മന്ത്രി പറഞ്ഞത് ശരിയാണ്, ഇത്തരം ഈ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വണ്ടിയുടെ മുൻപിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നതിനകത്തൊരു അഭംഗിയുണ്ട്. മാത്രമല്ല KSRTC നവീകരിക്കാനൊരു ശ്രമം നടത്തുന്നതിനിടയിൽ ആ കാഴ്ചകൾ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. പക്ഷേ പ്രശ്നം അതിനുള്ളൊരു സംവിധാനം വാഹനത്തിനുള്ളിൽ ഉറപ്പുവരുത്തിയതിന് ശേഷമല്ലേ അത് പറയാൻ പാടുള്ളൂ. മാത്രമല്ല കുപ്പി വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് തിരിച്ചടിയാകും എന്നുകൂടി ഒരുപക്ഷെ MD കരുതുന്നുണ്ടാവാം, അല്ലേ? അത് തീർച്ചയായും ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ KSRTC ബസ്സിനുള്ളിൽ ഡ്രൈവർമാർക്ക് അവരുടെ ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ഒക്കെ വെക്കുന്നതിനുള്ള സൗകര്യമില്ല. അല്ലെങ്കിൽ സാധാരണ നമുക്കറിയാം KSRTC ബസ്സുകളിൽ ഡ്രൈവർമാർ പ്രത്യേകിച്ചും ദീർഘദൂര സർവീസിൽ പോകുമ്പോൾ അവർ 5-6 വലിയ കുപ്പികളിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്നുണ്ട്. അതവർക്ക് കുടിക്കുന്നതിന് വേണ്ടിയും മാത്രമല്ല ഈ ഗ്ലാസിൽ ഈ വെള്ളം ഒഴിച്ച് കഴുകുന്നതിനും വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ വലിയ കുപ്പികളിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. പക്ഷേ ഇത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം KSRTC ബസ്സുകളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ ബസ്സുകളിൽ ഈ സീറ്റിന് അടിവശത്തായി ഒരു പെട്ടി ഉണ്ടാകും. ഈ പെട്ടിയിലാണ് ഇവർ ഇത്തരത്തിൽ കുപ്പികൾ വെച്ചിരുന്നത്. പക്ഷേ ആ പെട്ടിയിൽ പോലും 2-3 കുപ്പികൾ മാത്രമാണ് ഉണ്ടാവുക. അവരുടെ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ബാഗും എല്ലാം ഇവർ ഈ പെട്ടിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ നിലവിലുള്ള ബസ്സുകളിൽ ഇത്തരം സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്രൈവർ സീറ്റിന്റെ സമീപത്തായി ഇവരുടെ ബാഗും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും ഈ കുപ്പികളും അവിടെ വെക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ സംഘടന സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയ വിവരം മന്ത്രി അറിഞ്ഞിട്ടില്ലേ? നിലവിൽ ഇപ്പോൾ KSRTC CMD തന്നെയാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മന്ത്രിയുടെ തീരുമാനം വൈകുന്നേരമേ ഉണ്ടാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ ഈ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിങ്ങളുടെ ഡിപ്പോകളിൽ തന്നെ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഈ ട്രാൻസ്ഫർ ലെറ്ററിൽ ഇന്ന് തന്നെ പുതിയ ഇടങ്ങളിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ നിലവിൽ KSRTC CMD തന്നെ നേരിട്ട് ഈ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പോകളിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. അതിനുശേഷം മന്ത്രിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രം
പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണമോ വേണ്ടോ എന്നുള്ളതാണ്. തത്വത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ട്രാൻസ്ഫർ അത് റദ്ദാക്കിയിരിക്കുക തന്നെയാണ്. ഇനി ഈ ജീവനക്കാരുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ നിലനിൽക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ CMD ഒരു സ്പെഷ്യൽ ഡ്രൈവിന് പ്രഖ്യാപിച്ചിരുന്നു. ഒരാഴ്ച നീളുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവാണ്. അതായത് KSRTC ബസ്സുകളുടെ ശുചിത്വം, വാഹനങ്ങൾ കഴുകുന്നുണ്ടോ, ഇത്തരത്തിൽ വാഹനങ്ങൾക്കുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഇടുന്നുണ്ടോ, നിക്ഷേപിക്കുന്നുണ്ടോ എന്നതാണ് ഈ ഒരു പരിശോധനയിൽ ഈ സ്പെഷ്യൽ ഡ്രൈവിൽ നടക്കുക. ഒരാഴ്ച നീളുന്ന ഡ്രൈവാണ്. കഴിഞ്ഞ 4 ദിവസമായി ഈ ഡ്രൈവ് തുടരുന്നുമുണ്ട്. അരുൺ, താങ്ക് യു. അപ്പോൾ മന്ത്രി അറിയാതെയാണ് KSRTCയിലെ ഈ ഡ്രൈവറെ സ്ഥലം മാറ്റിയ ആ നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിയുടെ തീരുമാനം എന്താണ്? അത് വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷെ തീരുമാനം ഉണ്ടാവും. നമുക്ക് മിനിസ്റ്ററോട് പറയാനുള്ളൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഒരു വീഴ്ച അങ്ങേക്കും സംഭവിച്ചില്ലേ എന്നൊരു സംശയമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ആ വണ്ടിക്ക് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ മുകളിലിടണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതല്ല പ്രശ്നം. കാരണം ആ പ്ലാസ്റ്റിക് ബോട്ടിൽ വയ്ക്കാൻ ആ വണ്ടിയിൽ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നോ? ആ വണ്ടിയിലൊരു പ്ലാസ്റ്റിക് ഡംപിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യേണ്ടിയിരുന്നത് ആ KSRTC ഡിപ്പോയിൽ തന്നെ ജീവനക്കാരായിരുന്നില്ലേ? ഡ്രൈവറെ അതിന് പഴിക്കാൻ പാടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതെന്തായാലും മിനിസ്റ്റർ അതിന് അത് മനസ്സിലാക്കിയൊരു നടപടി എടുക്കുമെന്ന് അറിയുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണ മിനിസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകൾക്ക്, അല്ലേ? അത് മന്ത്രി ഒരു വ്യക്തിപരമായിട്ടുള്ള വിമർശനമായിട്ട് കാണണ്ട. ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കണ്ടാൽ മതി. കാരണം ഇല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും മന്ത്രി ഇങ്ങനെയാണ് ഈ തീരുമാനം എടുക്കുന്നൊരു ധാരണ വരും. അങ്ങനെയല്ല, മിനിസ്റ്റർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. പക്ഷേ അടുത്തിടെ വന്ന 2 തീരുമാനങ്ങളിൽ ഒരു പുനഃപരിശോധന വേണം. ഒന്ന്, വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൽ സംഭവിച്ചു പോയ ഒരു കാര്യം. രണ്ടാമത്തതിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സ്ഥലം മാറ്റ ഉത്തരവ് അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. CMDയും അഭിപ്രായക്കാരനാണ്.